നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കല്ലുമ്മക്കായ വെച്ചൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കല്ലുമ്മക്ക ഫ്രൈന്നോ അല്ലെങ്കിൽ കല്ലുമ്മക്ക മസാല എന്നൊക്കെ പറയാം. വളരെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കറി രൂപത്തിലുള്ള ഒന്നുമല്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ കുറച്ച് കല്ലുമ്മക്കയാണ് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഒരു 2 മീഡിയം സൈസുള്ള സവാള വേണം. അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ എരിവൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. പിന്നെ കറിവേപ്പില. പിന്നെ നമ്മൾ നാടൻ രീതിയിലാണ് വെക്കുന്നത്, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. പിന്നെ മുളക് പൊടി വേണം. മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് എടുക്കുന്നത്. കുറച്ചൊരു കളറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ കുരുമുളക് പൊടിച്ചതുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾ വേണം. പിന്നെ തക്കാളി ഉപയോഗിക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് വിനിഗറാണ് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഈ കല്ലുമ്മക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സാധാരണ മസാലകളാണ്. ഉപ്പും മഞ്ഞൾ മുളക് അത്രയാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. മുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കുരുമുളക് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് പുരട്ടിയിട്ട് വെക്കാം. കുറച്ച് സമയം വെക്കുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പം ഇത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സമയം വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഈ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. വളരെ ചെറുതായിട്ട് അരിയാൻ പറ്റുക ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത്രയും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഈ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇത്രയും ചെറുതായിട്ട് അരിയാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം അല്ലേ. അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടാക്കി. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. കല്ലുമ്മക്ക കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. നമ്മൾ ഈ ഓയിൽ തന്നെയാണ് ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടി, സവാള വാട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫ്രൈ ആവണം. അപ്പൊ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പൊ ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റി കൊടുക്കണം. അപ്പൊ ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് നോക്കാം. ആദ്യം എന്തായാലും സവാള ഇട്ട് കൊടുക്കാം. ഒരു പൊടി ഉപ്പിട്ട് കൊടുക്കുന്നത്, ഒരു പിഞ്ച് കേട്ടോ, കൂടാൻ പാടില്ല. മറ്റേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട്, നോക്കിയിട്ട് ഇട്ടാൽ മതി. നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്തായാലും നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് നമുക്ക് ബാക്കി പൊടികളൊക്കെ ഇടാം. വാടി വരുന്ന സമയം കൊണ്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യാണ്. നമ്മൾ പൊടികളൊന്നും ഡയറക്റ്റ് ആയിട്ടല്ല ചേർക്കുന്നത്, കാരണം കുറച്ച് ഓയിലല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മുളക് പൊടി ഞാനൊരു ടീസ്പൂണാണ്, ഞാൻ പറഞ്ഞല്ലോ എരിവ് നോക്കിയിട്ടാണ് ഇടേണ്ടത്. ഞാനൊരു ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഞാൻ 1/2 ടീസ്പൂണാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച്, അതായത് പുളി നോക്കിയിട്ടാണ് ഒഴിക്കേണ്ടത്, വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കാം.
തൽക്കാലം ഇത്ര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് ചേർക്കുന്നില്ല. ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങ് വാട്ടിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓയിൽ, അതായത് എണ്ണ കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തോ കേട്ടോ. അപ്പം ഇതാ നമ്മൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതാ ഈ ഒരു പരുവത്തിലാക്കിയെടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ വേഗം പൊരിഞ്ഞു കിട്ടും. ഞാൻ പിന്നെ വിചാരിച്ചു ആ ഓയിലിൽ തന്നെ ചെയ്യാമെന്ന്. അപ്പം ഇതാ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്നുമില്ല, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്ക അങ്ങിട്ട് കൊടുക്കാം. ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളക് പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല കേട്ടോ, ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടോ. എരിവിനുള്ള മുളകും കുരുമുളകൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പുളി നോക്കുമ്പോൾ കറക്റ്റാണ്, വിനിഗറിന്റെ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് പുളി നോക്കിയിട്ട് വിനിഗർ വേണമെങ്കിൽ വിനിഗർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെന്താണെന്നറിയോ, പെരിഞ്ചീരകം ഉണ്ടല്ലോ, ഒന്ന് ചതച്ചെടുത്ത, പൊടിച്ചതല്ല ചതച്ചെടുത്തതാണ്. ഇത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. ഒന്ന് നമ്മൾ ഈ കല്ലിൻ്റെ ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് ചതച്ചാൽ മതി, പൊടിയാക്കണ്ട. അപ്പം ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടേ കുറച്ചൊരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ആക്കിയെടുക്കാം. അപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവും. ഈ മസാലയും അതുപോലെ തന്നെ കല്ലുമ്മക്കായും വേറിട്ട് നിൽക്കില്ല, എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ട് ഒരുപോലെ നിൽക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ആക്കിയെടുക്കാം. ഇത് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ മിക്സായി സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്ക ഫ്രൈ അല്ലെങ്കിൽ കല്ലുമ്മക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അധികം ഓയിലൊന്നും ഉപയോഗിച്ചില്ല. ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ. പിന്നെ നമ്മൾ വേറെ ഓയിലൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ലല്ലോ സവാള വഴറ്റാനൊന്നും. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിച്ചോ. കാരണം ടേസ്റ്റ് എന്തായാലും ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ് വേറെയാണ്. അപ്പം ഞാൻ ചെയ്ത് കണ്ടില്ലേ, കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പം അങ്ങനെ നമ്മൾ ഒരു കുക്കിങ്ങിൻ്റെ ഇടയിൽ വെള്ളം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. തിളച്ച വെള്ളം മീൻസ് തിളപ്പിച്ച് ആറ്റിയ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പം അങ്ങനെ വഴറ്റിയെടുത്തതാണ് സംഭവം. ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിലിപ്പോൾ നിങ്ങൾ വിനിഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.